ഹായ്, വീണ്ടും ഒരു പുതിയ എപ്പിസോഡ്. ഇത് പറഞ്ഞ് മടുത്തോന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കിത് കേട്ട് മടുത്തോന്ന് അറിയില്ല. ആ അങ്ങനെ ഞാൻ അമ്പലം പണിയാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ദേവിക്ക് എൻ്റെ ദേവിയെ ഞാൻ അമ്മയായിട്ടാണ് വീട്ടിൽ കുടിയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ദേവി ആ പൂജയിൽ തൃപ്തിയായത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, അതായത് അമ്മയ്ക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ആ പൂജ തൃപ്തിയായി. ആ തിരുമേനി പറഞ്ഞു ദേവി ഹാപ്പി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് അവിടെ എൻ്റെ അമ്മയായിട്ടാണ് ഉള്ളിൽ സ്നേഹിക്കുന്നത്. അപ്പോൾ പൂജാ സമയങ്ങളിൽ മാത്രമാണ് ദേവി പുറത്തോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഉപബോധ മനസ്സ് എന്നെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തോട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പല 2-3 വാസ്തുവിനെ കാണാൻ പറ്റുന്നില്ല, വാസ്തു ചെയ്യാൻ മുടക്കുകൾ വരുന്നു. ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ദേവി പറഞ്ഞു, എൻ്റെ ഉള്ളിൽ 3 ഊർജ്ജമുണ്ട്. നീ എന്നെ സ്നേഹിച്ചത് അമ്മ എന്ന രൂപത്തിലാണ്, മാതൃത്വം. പൂജാ സമയത്ത് നീ ദേവി എന്ന തത്വം എടുക്കുന്നുണ്ട്, സ്വാർത്ഥിക രീതിയിൽ ദേവി എന്ന തത്വം എടുക്കുന്നുണ്ട്, ശാക്തീയ ദേവി എന്ന തത്വം എടുക്കുന്നുണ്ട്. ഈ 3 തത്വവും ഒരു വിഗ്രഹത്തിലാണ്. നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. മാതൃതത്വത്തിന് വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല, കാരണം അമ്മ എൻ്റെ ഒപ്പമുണ്ട്. ദേവി തത്വത്തിന് വിഗ്രഹമുണ്ട്, അത് ഓൾറെഡി ഉണ്ട്. ശാക്തീയ തത്വത്തിന് വാലും ചെരുമ്പും വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനമായപ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ വാസ്തു നോക്കാൻ ഒരാൾ വന്നു, പക്ഷെ അത് എനിക്ക് സംതൃപ്തിയായില്ല, പൂർത്തിയായില്ല, ഇത് ശരിയായില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ദേവിയോട് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇരിഞ്ഞാലക്കുട കാട്ടൂർ സൈഡിൽ നിന്ന് ഒരാൾ വരും മുന്നോട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദേവി പറയുന്നത്, പക്ഷെ എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തിൽ എനിക്ക് ഈ പറഞ്ഞ തോന്നൽ മാത്രമല്ല, ഞാൻ ആ സമയത്ത് ഇവിടെ കിടക്കുന്ന ചരലുകൾ എടുത്തിട്ട് നോക്കും, എടുക്കുന്നത് ഓടാണോ ഈവനാണോ. അപ്പോൾ ഈവനാണെങ്കിൽ അത് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യം സത്യമാണ്. പിന്നെ ഞാൻ നോക്കും, ഞാനിപ്പോൾ എൻ്റെ മുമ്പിലൊരു ചെറിയൊരു മീൻ്റെ കുളമുണ്ട്, അതിലേക്ക് ഞാനൊരു പൂവിടും. ഈ പൂവ് ഞാൻ ചിന്തിക്കും, ഈ പൂവ് കൃത്യമായിട്ട് മുമ്പോട്ട് ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സത്യമാണ്. അപ്പോൾ ഇങ്ങനെ പല കോയിൻസ്, നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഇതേപോലെ ഞാൻ പല പരീക്ഷണം കാണിക്കുമ്പോൾ എല്ലാം ഒരേ സത്യം, ഒരേ കാര്യം വരുമ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന കാര്യം സത്യമാണെന്ന്. അങ്ങനെ ഞാൻ തൃശ്ശൂരൊക്കെ അന്വേഷിച്ചു, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് കാട്ടൂർ ഭാഗത്തു നിന്ന് ഒരാൾ വന്നു, വാസ്തു ആൾ കൃത്യമായിട്ട് എനിക്ക് വാസ്തു ചെയ്തു വന്നു. അങ്ങനെ എൻ്റെ ക്ഷേത്രപണിയിലേക്ക് ഞാൻ എത്തി. 4 മുള്ളത്തറകൾ പണിതു. ഭഗവാൻ ശിവനൊരു മുള്ളത്തറ. ശിവൻ ഒരിക്കലും ഒരു കുടുംബക്ഷേത്രത്തിൽ ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ചോദിക്കും. ഞാൻ കാണുമ്പോട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗുരുസ്ഥാനീയം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സാക്ഷാത് ദക്ഷിണാമൂർത്തി എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും 15 വർഷം എടുത്തില്ലേ ഇങ്ങനെ എത്താൻ. അപ്പോൾ എന്നെ മുന്നോട്ട് നയിച്ചത് ആ ദക്ഷിണാമൂർത്തി ആയതുകൊണ്ട് ആ ദക്ഷിണാമൂർത്തിക്ക് ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ആവശ്യമുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഞാൻ പ്രശ്നം വെച്ചു. അപ്പോൾ ദക്ഷിണാമൂർത്തി ശിവനൊരു സ്ഥാനം വേണം. പിന്നെ അതിനൊപ്പം തന്നെ ദേവിക്ക്, പിന്നെ ശാക്തേയ തറകൾ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം. അതിൽ വീരഭദ്രൻ, ഗണ്ഡാകർണൻ, മുത്തപ്പൻ, ശാക്തേയ ദേവി, വിഷ്ണുമായ, കരിങ്കുട്ടി, കരിനീലിക്കുട്ടി, പരക്കുട്ടി, ആ ചാത്തന്മാർ, ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങനെ തിരുവുത്സവം ആവാറായി. പക്ഷേ എനിക്ക് അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. തിരുവുത്സവം എന്നാമോ മാർച്ച് 14 അന്ന് നവചണ്ഡിക ഹോമം നടക്കുന്നു. എനിക്കറിയില്ല, കഴിഞ്ഞ തിരുവുത്സവമല്ലേ നമ്മൾ പറയുമ്പോൾ, ആ സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് നവചണ്ഡിക ഹോമം നടത്തിയാലോ. ഞാൻ പറഞ്ഞു അതൊക്കെ വലിയ പൈസ എന്നെ കൊണ്ട് നടക്കില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കാരണം ഞാൻ സാധാരണ രീതിയിൽ ജീവിക്കുന്ന കുടുംബം നോക്കുന്ന ഒരാളാണ്, അല്ലാതെ എൻ്റെ വേറെ പൈസ ഒന്നുമില്ല. പക്ഷെ ഇത്തവണയും ഞാൻ ചിന്തിച്ചു, വേണ്ട പൈസ ഇല്ലാതെ വെറുതെ. പക്ഷെ എന്നെക്കൊണ്ട് മുന്നോട്ട് നയിപ്പിക്കുന്നു. പലരും പറയുന്നു ചെയ്യണം നവചണ്ഡിക ഹോമം, എന്നെ മുന്നോട്ട് നയിപ്പിക്കാൻ അങ്ങോട്ട്. അപ്പോൾ അത് വേദിയാകുന്നു. നവചണ്ഡിക ഹോമം എൻ്റെ ഈ പള്ളത്ത് സദനത്തിൽ നടക്കുന്നു മാർച്ച് 14. ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ വരുമെന്ന് എനിക്കറിയില്ല. വരാം, പ്രാർത്ഥിക്കാം, നിങ്ങൾക്കിവിടെ വഴിപാടുകൾ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതൊരിക്കലും പൈസ കിട്ടുന്ന ഒരു മാർഗമൊന്നും അല്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് ഇവിടെ നിന്ന് 15 മിനിറ്റ് ജപിക്കുക.
ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത് ന്യൂ വേ ഓഫ് സ്പിരിച്വാലിറ്റി. കാരണം സ്പിരിച്വാലിറ്റിയുടെ ഒരു പുതിയ വേ. കാരണം ഇപ്പോൾ പലരും സ്പിരിച്വാലിറ്റി കണ്ടു കഴിഞ്ഞാൽ അവന് സന്യാസം വെച്ച് ജീവിക്കുക, ഭ്രാന്ത് പിടിച്ച് ജീവിക്കുക, ഇങ്ങനെയാണ് എല്ലാവരെയും ഇത്. ആ ഒരു രീതി മാറണം. എല്ലാവരും തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മുടെ ലൈഫിലെ ഒരു ആവശ്യമാണ് സ്പിരിച്വാലിറ്റി. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. നമ്മൾ മൂന്നാർ പോയിട്ട് ഇടയ്ക്ക് ഫ്രണ്ട്സായിട്ട് ട്രിപ്പ് പോയില്ലേ ഓരോ എല്ലാവരും, ഈ സമയത്ത് നമ്മൾ എല്ലാം അടിച്ചുപൊളി ഉണ്ടാവില്ലേ. ഈ അടിച്ചുപൊളിക്ക് നമ്മൾ എന്തിനാണ്? നമ്മുടെ മനസ്സ് ശാന്തമാവാൻ വേണ്ടിയല്ലേ. ഈ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? ഇതേ കാര്യത്തിന് വേണ്ടിയാണ്, മനസ്സ് ശാന്തമാവാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഒരാളൊന്നും നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ആയിരിക്കുന്ന ഊർജ്ജം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് ഭവിക്കും. അതാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ഈ ഹിന്ദുത്വം, ഈ പറയുന്ന ആചാരങ്ങളിലെല്ലാം സയൻസ് ഉണ്ട്. സത്യത്തിൽ നമ്മുടെ ഹിന്ദുത്വം സയൻസ് കൊണ്ട് ഇതാണ്. ഞാനൊരു കാര്യം, നമ്മളെല്ലാവരും ഒരുപാട് പേര് കളിയാക്കുന്നതാണ് ഈ ആചാരങ്ങളും പൂജകളെല്ലാം ഉണ്ട്. തെറ്റായ ആചാരങ്ങളെല്ലാം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. മനുഷ്യരുണ്ടാക്കിയ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ ചിലതിൽ ഞാൻ പറയാം, ശാക്തേയത്തിന് അതിൻ്റെ അടിത്തറമുണ്ട്, അതേപോലെ തുള്ളൽ അതിൻ്റെ അടിത്തറമുണ്ട്, എന്തോ ഒരു ചൈതന്യം അവിടെ ഉണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഒന്നും അറിയാതെ വിമർശനം എല്ലാവർക്കും ഇഷ്ടം. ഒന്നിനും സത്യം അറിഞ്ഞിട്ട് വിമർശിക്കാൻ നോക്ക്. ഇത് സത്യം അറിഞ്ഞെങ്കിൽ നമ്മൾ ഈ കണ്ണ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറേ കല്ലുകൾ വെച്ച് കുറേ വിളക്ക് വെച്ച് പൂജിക്കുന്നതെന്നേ തോന്നുള്ളൂ. നമ്മൾ സ്വയം പ്രാർത്ഥിക്കാൻ ഇറങ്ങുക, സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങുക, അപ്പേ നമുക്ക് മനസ്സിലാവുള്ളൂ സ്പിരിച്വാലിറ്റി എന്നാണ്. നമ്മൾ ഒന്നിനെയും തിരിച്ചറിയാതെ ഏത് പ്രൊഫഷനായാലും, ഇപ്പോൾ ഡോക്ടറായാലും വക്കീലായാലും എല്ലാ കാര്യം, ഞാനിപ്പോൾ LLB ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. LLB ഞാൻ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. എൻ്റെ ലൈഫ് അവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ എല്ലാ രീതിയും മുന്നോട്ട് നയിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. ദൈവം എൻ്റെ ലക്ഷ്യമല്ല, സ്പിരിച്വാലിറ്റി എൻ്റെ ലക്ഷ്യങ്ങളല്ല. എൻ്റെ ജീവിതത്തിലെ എനിക്ക് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ആയിരിക്കില്ല, കാരണം ഇത്രയും ഉള്ളതുകൊണ്ട് ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ അമ്മ വിളക്കൊളുത്തിയാലും ഞാൻ എവിടെ പോയാലും മനസ്സിരുന്ന് പ്രാർത്ഥിക്കും. അത് കാറിലിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്ഥലം എന്നതില്ല. കാരണം പ്രപഞ്ചം മൊത്തം ദൈവത്തിൻ്റെ ഊർജം ഉണ്ട്. നമുക്ക് ജീവിക്കാൻ പറ്റുന്നതും എല്ലാം ചെയ്യാൻ പറ്റുന്നതും ഇവിടെ ആ ഊർജം നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. നമ്മളറിയാതെ ഒരു ഊർജം പ്രപഞ്ചത്തിലുണ്ട്. ഞാൻ ഇനിയൊരു കാര്യം പറയാം. ഇവിടെ വെളുത്തവാവും കറുത്തവാവാണ് നോക്കുന്നത്. മനുഷ്യർ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യരാണ്, നമുക്ക് പറയാം. കറുത്തവാവും വെളുത്തവാവും ഉണ്ടാക്കിയത് മനുഷ്യരൊന്നുമല്ലല്ലോ. കറുത്തവാവ് സമയത്ത് കടലിൽ വേലിയായിട്ട് നടത്തുന്ന മനുഷ്യരല്ലല്ലോ. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നുമല്ലല്ലോ. അപ്പോൾ എന്താണ്? ഭൂമിയിൽ ആ ഊർജത്തിൻ്റെ വ്യതിയാനങ്ങൾ നടക്കുന്നുണ്ട് കടലിലെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ വെളുത്ത വാവിനും കറുത്ത വാവിനും ഓരോ പൂജകൾ ചെയ്യുന്നത്. ഞാൻ വലിയ അറിവുകളൊന്നും അല്ല. കഴിഞ്ഞ ദിവസം കൃഷ്ണൻ്റെ പ്രോഗ്രാമിൽ ഇതിൽ കണ്ടിരുന്നു. കൃഷ്ണൻ പറഞ്ഞൊരു ഡയലോഗാണ്. ഞാനിപ്പോൾ ഈ രീതിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ആൾ പറഞ്ഞ ഡയലോഗാണ്. ഞാൻ നിങ്ങൾക്കായി നല്ലൊരു ദിവസം തന്നിട്ടുണ്ട്, വെളുത്ത വാവ്. അവിടെ നിങ്ങൾ സമയമൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അത് നല്ലൊരു ദിവസമായിട്ട് കണക്കാക്കുക. അതിന് കാരണം എന്താകുമോ? അന്ന് ചന്ദ്രൻ ഫുള്ളായിട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. സയൻസ് നോക്കി കഴിഞ്ഞാൽ രാത്രിയും പ്രകാശം വരുന്നു. അത് തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ദൈവത്തെ അറിഞ്ഞാൽ ഭയങ്കരമായിട്ട് പോകണ്ട. നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് ദൈവം. ഞാൻ ഇപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. മാർച്ച് 14 ഇവിടുത്തെ തിരുവോത്സവവും നവചണ്ഡിക ഹോമവും. അപ്പോൾ എല്ലാവരും വരില്ലേ? ഇപ്പോൾ ഇതെവിടെയാണ് പറയേണ്ടതെന്ന് അറിയോ? നമ്മുടെ കൊടകരയിൽ സർവീസ് റോഡ് പോകുമ്പോൾ നമ്മൾ ചാലക്കുടിക്ക് പോകുന്ന ഹൈവേയിൽ ആ സർവീസ് റോഡ് പിടിക്കുക. നേരെ കടങ്ങമല പള്ളിക്ക് പോകുന്ന തിരുവില്ലേ, ഹരിശ്രീനഗർ വല്ലപ്പാടിയിലെത്തി ഹരിശ്രീനഗറിലേക്ക് വരിക. അവിടെയുണ്ട് പള്ളത്ത് സദനം, ഒരു പള്ളത്ത് വീട്, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ സദനം കേൾക്കുമ്പോൾ വലിയ ഇതൊന്നും വേണ്ട, ഒരു വീടിൻ്റെ വേറോ അർത്ഥം പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും പള്ളത്ത് മഠം.
സാധാ ഒരു വീടിന് പള്ളത്ത് വീട് കേട്ട് കേട്ട് എനിക്ക് മടുത്തപ്പോൾ ഞാൻ സാധനം എന്നൊരു പേരിട്ടു, വീട്. എനിക്ക് എൻ്റെ വീടിന് പേരിട്ടു ഇവിടെ. ആ, നമ്മളിവിടെ എന്ത് ചെയ്താലും എല്ലാത്തിനും വിമർശിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം. ഒന്നിൻ്റെയും സത്യം ആരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സത്യം ശിവൻ സുന്ദരം, അതിൻ്റെ അർത്ഥം ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് തന്നെ പറയും. കാരണം നിങ്ങളറിയണം നമ്മുടെ മനുഷ്യജീവിതം എന്താണെന്നും എൻ്റെ അറിവുകൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ വരണം, തിരിച്ചറിയുക. ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഞാൻ ഈ പറയുന്ന കഥകളിലെയും എൻ്റെ ഈ ചെറിയൊരു ക്ഷേത്രം, വലിയ ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം ഇത് കണ്ടില്ലേ, ഒന്ന് വരണം. അപ്പോൾ വരില്ലേ മാർച്ച് 14-ന്? ഓക്കെ, നിങ്ങളെല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.